യൂട്യൂബ് ചാനൽ ലയ ഹിയർ. അപ്പം വീണ്ടും വ്ളോഗാണ് ഗൈസ്, വീണ്ടും വ്ളോഗാണ്. ഇതിലേക്ക് നമ്മളൊരു ട്രാവൽ വ്ളോഗാണ് കൂടുതൽ. പക്ഷേ നമുക്ക് അവിടെ നിൽക്കാൻ അധികം സമയം കിട്ടില്ലാത്തതുകൊണ്ട് എന്തോരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ ആക്ച്വലി എനിക്ക് അഹമ്മദാബാദിൽ UID എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്കൊരു ടെസ്റ്റ് ഉണ്ട്, അത് എഴുതാൻ വേണ്ടി പോവാണ്. അപ്പം ലെറ്റ്സ് ഗോ അഹമ്മദാബാദ്. അപ്പം ഈ ട്രിപ്പിൽ നമ്മൾ നേരത്തെ വ്ളോഗിൽ കണ്ടിട്ടുള്ള ഉത്തരക്കുട്ടൻസ് ബർത്ത്ഡേ വ്ളോഗിൽ കണ്ടിട്ടുള്ള അതിനകത്തുള്ള എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് പേരും കൂടെ എക്സ്ട്രാ ഉണ്ടാവും. അപ്പം എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പം യെസ്, ഹായ് പറ. ഹായ് ഹായ്. അച്ഛൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ വന്നിട്ട് ഭയങ്കര ഫേമസ് ആയ അച്ഛ. എല്ലാരും തിരക്കി അച്ഛൻ വന്ന് അടിപൊളിയായിരുന്നു പറഞ്ഞു. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോ ഡ്രൈവിംഗിലാ. എന്തെങ്കിലും പറ. ഹായ് ഹായ് എല്ലാം ഉണ്ട്. ഞാനെന്ത് പറയാൻ, അമ്മ സാധാരണ വായ അടക്കാത്തയാണ്, പക്ഷെ ഇങ്ങനെ ക്യാമറ ഒക്കെ കാണിച്ചപ്പോ നാണം വന്ന്. അപ്പം നമ്മള് എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. 1 മണിക്കല്ലേ ഫ്ലൈറ്റ്? 1 മണിക്ക് എന്താണ് ഫ്ലൈറ്റ്. അപ്പം നമ്മൾ പോകുന്ന വഴി നമ്മൾ ഉത്തരക്കുട്ടൻ്റെ അമ്മ ജയ ടീച്ചറുമായിട്ടാണ് സെയിം കാറിലാണ് പോകുന്നത്. അപ്പം അവര് അവിടെ വരും, അവിടെ നമ്മൾ അവരെയും പിക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഏത് ബ്രൗൺ ഫാമിലിനെയും പോലെ നമ്മളും ബാഗ് മേടിച്ചിട്ട് ഇതിൻ്റെ ഈ കോഡ് മറന്നുപോയി. ഇവിടെ ഒരു കോഡുണ്ട്, അത് കാരണം അമ്മച്ചി കുഞ്ഞി താഴ് മേടിച്ച് പൂട്ടി വെക്കുകയാണത്. അപ്പുറത്തെ കാറിലുണ്ട്, നമ്മൾ ഉത്തര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഗൈസ് ഉത്തരക്കുട്ടൻ വന്നു. ജയടീച്ചറെ അപ്പുറത്തെ കാറൊക്കെ ജയടീച്ചറിന്റെ കൂട്ടുകാരി അതിനകത്താണ്. നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായിട്ടൊന്നുമില്ല സ്റ്റിൽ. ഇപ്പൊ നമ്മൾ ശരിക്കും ഓൾമോസ്റ്റ് എത്താറായി. എയർപോർട്ടിലോട്ടാണ്. എന്താണ് ഇത് കാണിക്കണ? നമ്മൾ എയർപോർട്ടിലെത്തി, കാറ് പാർക്ക് ചെയ്തു. നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിനി. ഗൗരിയുടെ ഒക്കെ വണ്ടി അവർ വേറെ വണ്ടിയാണെന്നാണ്. അവരവിടെ പാർക്ക് ചെയ്ത് അവർ ഏതോ ഒരു പില്ലാറിൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. യെസ്, ടീച്ചർ നമുക്ക് വേണ്ടി ഇതവിടെ വെയിറ്റ് നിൽപ്പുണ്ട്. ഗൗരിയുടെ അമ്മച്ചിയും കൂടെ ഫോട്ടോഗ്രാഫി. ഗൗരിയുടെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാണാൻ കേട്ടോ, അതിന് ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഉള്ളിൽ കയറി ബാക്കിയുള്ള ഓരോ ചെറു വരാനുണ്ട്. നമ്മൾ ഡിജി യാത്ര ഉപയോഗിച്ചാലും ഇപ്പോഴത്തെ വേറൊരു സ്കാനറിലായിരുന്നു. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ഗേറ്റിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്നുള്ള ഓവർ എക്സ്പെൻസീവ് ഫുഡ് കഴിച്ചു. അതാന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അത് നമ്മുടെ സീറ്റ്. ലെഗ് സ്പേസ് ഉണ്ട് ഗൈസ്, ലെഗ് സ്പേസ് ഉണ്ട്. കംഫർട്ടബിൾ കൈൻഡ് ഓഫ്. പൊങ്ങി ഗൈസ്, പൊങ്ങി ഗൈസ്. കൊച്ചി മേഘം വന്ന് വരണ്ട നദിയാണെന്ന് തോന്നുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാറായെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. ലാൻഡ് ചെയ്യാറായി ഗൈസ്, ലാൻഡ് ചെയ്യാറായി. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ട്.
ഇവിടെ ലാൻഡ് ചെയ്തു. അഹമ്മദാബാദ് എത്തി. എങ്ങനെ ഉണ്ടായിരുന്നു അഹമ്മദാബാദ്? യാത്ര സുഖമായിരുന്നു. പക്ഷേ ഇയറിന് പ്രശ്നം ഉണ്ടായിരുന്നു. വർഷം ഡിഫറൻസ് കാരണം ലെഗ് സ്പേസ് ഉണ്ടായിരുന്നല്ലേ? ഇവിടെ അച്ഛൻ വരാനുണ്ട്. അപ്പം നമ്മൾ അതൊരു 10 മിനിറ്റിലായതുകൊണ്ട് ഉത്തരടച്ച് മാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം അതുവരെ നമ്മളിവിടെ പോസ്റ്റാ. അജിത്തേട്ടൻ വന്ന് ഗൗരിയുടെ അച്ഛൻ വന്നു. അപ്പം ഗൈസ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു ഓലയൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഞാൻ ഇതൊരു പേര് My name is Jigar Parmar. Jigar Parmar. Jigar Parmar. Jigar. 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 Okay. His name is Jigar. Yeah. So I have like a YouTube channel, so we are recording a vlog for. Okay. Yeah. Continue. Thank you. എത്ര മണിയായി സമയം ഒന്നും നോക്കില്ല. 4:40. നമ്മുടെ ഇവിടെ ഒന്നും 4:40 ഇങ്ങനല്ലേ ഇരിക്കുന്നത്. ഇവിടെ ഒരു നമ്മുടെ ഒരു 4:40 ഒരു മണിക്കൊക്കെ ഉണ്ടാകുന്ന ചൂടില്ലേ, അത്രയും ചൂട്. നമ്മൾ പോകുന്ന വഴി കാണുന്ന മൊത്തം കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പൊ തന്നെ ഞാൻ കുറെ Ahmedabad. And enter in Gandhinagar. We are going to enter to Yes. Okay, Capital. Gujarat capital. നമ്മള് അഹമ്മദാബാദ് ആയിരുന്നു ഇത്രയും നേരം. ഇനി നമ്മൾ ഗാന്ധിനഗർ പോവാണ്. ഗാന്ധിനഗർ ആണ് ഗുജറാത്തിന്റെ ക്യാപിറ്റൽ. ഇവിടെ ഇപ്പം 37 ഡിഗ്രി ആണുള്ളത്. അപ്പം നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയായിരുന്നു ഒരു മെയ് ജൂണൊക്കെ ആകുമ്പോൾ 48 ഒക്കെ വരുമെന്നാണ്. आपने शायद वो पहले देखा होगा जो टेररिस्ट अटैक हुआ था जो वाला है ना, वही मंदिर अक्षरधाम टेम्पल. वो इलेक्ट्रॉनिक आइटम कुछ नहीं. ഏതോ ട്രെയിനുണ്ട് അവിടെ. ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ട് അവിടെ. ഫോണും ക്യാമറ ഒന്നും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഹോട്ടൽ എത്തി ഗൈസ്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് നൗ. ഇതാണ് നമ്മുടെ ഹോട്ടൽ, ഫോർച്യൂൺ ഇൻ. താങ്ക് യു. വെൽക്കം മാം. താങ്ക് യു മാം. ബൈ. ഐഡന്റിറ്റി കാർഡ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അടിപൊളി. ഇല്ല, നിർത്തൂല. സ്വന്തമായ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഗൗരി ഗൗരി മറ്റേ പൂളല്ലേ ഇങ്ങനെ പറയുന്നത്, ആ ടേബിളുണ്ട്. ഞാൻ പതുക്കടാ. ബെഡ്, ഒരു അടിപൊളി കണ്ണാടി, ഇരിക്കാൻ സ്പോട്ട് നമ്പർ 1, സ്പോട്ട് നമ്പർ 2, കണ്ണാടി സ്പോട്ട് നമ്പർ 1 അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് തേക്കാനായിട്ടുള്ള സെറ്റപ്പ്, കോംപ്ലിമെൻ്ററി തിന്നാൻ കുറേ കാഷ്യൂ ബദാം, പിന്നെ ഇവിടെ എന്തൊക്കെയോ ഒരു TV, മിനി ഫ്രിഡ്ജ്. ഇതൊക്കെ എടുത്താൽ പൈസ കൊടുക്കണമായിരിക്കും അല്ലേ? ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ കോമൺ ഏരിയ ആണ്. നമ്മൾ ഹോട്ടലിലെത്തിയിട്ട് എല്ലാവരും ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഞാൻ മാറി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ പുറത്തേക്കൊന്ന് ഇറങ്ങാൻ നിൽക്കുക. ചേച്ചി വരാൻ പറ്റാൻ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് എക്സാം ആയിരുന്നു വിചാരിച്ച് നമുക്ക് ആ സമയത്ത് ബുക്ക് ചെയ്യാൻ പറ്റില്ല ടിക്കറ്റ്. നമ്മൾ അക്ഷർധാം പോകാനാണ് പ്ലാൻ. അവിടെ ഫോണൊന്നും അലൗഡ് അല്ല, എന്തോരം റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ്. എല്ലാവരും കൂടെ കിട്ടുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല, കുറേ എണ്ണം പല സ്ഥലത്തായിരിക്കും.
मिस नॉट मिस ഓക്കെ. സോ നമ്മൾ വീണ്ടും ഓനെ വിളിച്ചപ്പോൾ നമുക്ക് വീണ്ടും സെയിം ഡ്രൈവറിനെ തന്നെ കിട്ടി. സോ നമ്മൾ അക്ഷർധാം ടെമ്പിൾ, നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വരുന്ന വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് ഒന്നും കേട്ടത്തില്ല, എന്തോ ടെററിസ്റ്റൊക്കെ നടന്നതാണ്. സോ ഇത് സെയിം സംഭവമാണ്. സോ നമ്മൾ അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ വഴി നമ്മൾ മയിലിനെയൊക്കെ കണ്ടു, ഗുജറാത്തി മയിലിനെയൊക്കെ കണ്ടു. മൊബൈലൊന്നും കേട്ടത്തില്ല, നമ്മളെല്ലാം ഇവിടെ കൊടുത്തിട്ട് പോരണം. പക്ഷേ ഞാൻ എക്സ്പീരിയൻസ് വന്നിട്ട് പറയാം. ഇറങ്ങി അവിടെ നിന്നുള്ള സൈഡിൽ നിന്നുള്ള കടയിൽ നിന്നൊക്കെ നമ്മൾ കയറിയൊക്കെ വിലയൊക്കെ തിരക്കി. ഇതിനൊക്കെ ലൈക്ക് 1200 ആണ് അതിന്. അത് ഒറിജിനലാണ്. നമ്മുടെ അജിത്തങ്ങൾ ഇതിൻ്റെയൊക്കെ വില തിരക്കാണ്. ഹിന്ദിയും ഗുജറാത്തി എന്ന് പറയാൻ മേലത്തെ മണ്ടന്മാർ എന്താ വേണ്ട സാധനം എന്ന് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ പോയ വില തിരക്കാണ്. നമ്മൾ ഷോപ്പിംഗ് എന്താണ്ടൊക്കെ കുറച്ച് മേടിച്ചു. അതെ, എന്നിട്ട് നമ്മൾ തിരിച്ച് ഒരു ഓട്ടോ പിടിച്ച് ഹോട്ടലിൽ പോകാനുള്ള പരിപാടിയാണ്. അതെ, ഗൗരി കുറച്ച് സംഭവമൊക്കെ ഉണ്ട്, ഞാനത് കാറിലിരിക്കുമ്പോൾ നമ്മൾ ഓല ബുക്ക് ചെയ്തിട്ട് കുറച്ച് നേരമായി, ആരും വന്നില്ല. ഓട്ടോയിലാണ് ഗൈസ് നമ്മൾ 4 പേര്, അച്ഛനമ്മ ഗൗരിക്കുട്ടൻ ഞാൻ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്. പറയാം എന്തുവാടാ നമുക്ക് ഫ്രീ ആയിട്ടാന്ന് തോന്നുന്നു. നമ്മൾ പറയാതെ ഒരു സാധനം കൊണ്ട് ടേബിളിൽ വെച്ചു. എന്താ ചുട്ട പപ്പടം എന്തോ ആണ്, ഞാൻ ട്രൈ ചെയ്തു. ചുമ്മാ എടുത്തിട്ട് ഇതെന്തോ സോസാണ്. പോരാ, ഈ സോസിന്റെ കുത്തല്ല, പപ്പടം വെറുതെ കഴിക്കാൻ കുഴപ്പമില്ല. നൂഡിൽസ് വരണം, വേറെ പാസ്ത പറഞ്ഞിട്ടുണ്ട്, അത് വരണം. എങ്ങനെയുണ്ട് ഗൗരി? ഞാനാണ് ഗേൾഫ്രണ്ട്. പൂള് കളിക്കാൻ പോകും, പക്ഷെ നമുക്ക് അറിയത്തില്ല. അവിടെ നിന്ന് അവരെന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നറിയാം ഗൗരി ഓൾ ഉത്തരക്കൊണ്ടും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് മധുവിൻ്റെ ഫോട്ടോഷൂട്ട്. ഇത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ അഹമ്മദാബാദ് പോയിട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അക്ഷർധാം പോകുന്നെന്ന് പറഞ്ഞിട്ട് അക്ഷർധാമിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന്. സോ അക്ഷർധാം പോയി അവിടെ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുപോലെ തന്നെ സ്ലീവ്ലെസ്, ഇതുപോലത്തെ സ്ലീവ്ലെസ് ഓക്കെ ആണെന്ന്, പക്ഷേ ഇങ്ങനെ കഴുത്തിറങ്ങിയിട്ടുള്ള സ്ലീവ്ലെസ് പറ്റത്തില്ല, ഷോൾ ഇടണം. പിന്നെ ഷോർട്ട് സ്കേർട്സ് അങ്ങനത്തെ സെറ്റപ്പൊന്നും പറ്റത്തില്ല. നമ്മൾ ലെഗിൻസ് വാങ്ങിച്ചിടണം. അവിടുന്ന് അവർ തരും, അതൊക്കെ നമ്മൾ ജസ്റ്റ് കുറഞ്ഞ പൈസക്ക് കിട്ടും. ഗൗരിയും മാധു അവർ രണ്ടുപേരും അങ്ങനെ ചെയ്യേണ്ടി വന്നു. കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ ഒരുക്കി മതിയായിരുന്നു. സ്റ്റിൽ ഒരു സ്ഥലത്തേക്ക് വേണ്ടി മാത്രമല്ലേ. സോ അവിടെ നമ്മളിങ്ങനെ കുറേ ചുറ്റി കണ്ടു. കാണാൻ മാത്രമുണ്ട്, നല്ല സ്പേസ് ഉണ്ട് അത്. പിന്നെ നമ്മൾ അവിടെ ഒരു വാട്ടർ ഷോ, എന്തോ കഥയൊക്കെ ഉണ്ടായിരുന്നു അതിന്. ഹിന്ദി അല്ലല്ലോ, ഗുജറാത്തി കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല അത്, പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു രസമായതുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് നല്ല രസമാണത്. അതിനകത്ത് നമ്മൾ എന്താ പറയുക, ഷൂട്ട് ചെയ്യാൻ മാത്രം ഉണ്ട് അതിനകത്ത്. നമുക്ക് ഫോണൊക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാമായിരുന്നു, പക്ഷെ അതൊന്നും പറ്റത്തില്ല ഇവിടെ. ദാറ്റ്സ് അക്ഷർധാം. ഞാൻ ഇതിനി അടിച്ചതിനകത്ത് നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തി. ടയേർഡായി, മണി 10:30 എന്തോ സംതിങ് ആയി. ഉറങ്ങണം, കാരണം നാളെ രാവിലെ എണീക്കണം. എന്തോ 8 മണിക്ക് എന്തോ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, നമ്മൾ എക്സാം എഴുതാൻ വന്നതെന്ന് പറഞ്ഞില്ലേ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബസ് പിക്ക് ചെയ്യാൻ വരും. സോ അതിനു മുമ്പ് റെഡി ആവണം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ വ്ളോഗ് ഫുൾ പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്.